എന്തൊട്ട് പരിപാടി മക്കളെ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കുന്നും മലയും മാത്രം, ചവിട്ടി കയറ്റാൻ വയ്യ, റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. എന്താ അങ്ങനെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വ്യൂ കണ്ടപ്പോൾ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. അതേപോലത്തെ വ്യൂ രക്ഷയില്ല. അങ്ങനെ ആദ്യം തന്നെ ഒരു മാളുണ്ട്, വെസ്റ്റ് പോയിന്റ് എന്നുണ്ട്. അവിടെ പോയപ്പോൾ അഞ്ച് സൈക്കിൾ വയ്ക്കാൻ വേണ്ടില്ല പറഞ്ഞപ്പോൾ നേരെ അവിടെ നിന്ന് വിട്ടു. വേറെ എവിടേക്കെങ്കിലും പോകണ്ടേ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഗൂഗിളിൽ നോക്കിയപ്പോൾ. അങ്ങനെ വ്യൂ നേരെ വെച്ച് പടച്ചത് അവിടേക്കാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ വഴിയൊക്കെ ജാതിരസാ. പൂവും വഴി കഴിഞ്ഞാൽ മറ്റേ മോഹൻലാലിൻ്റെ പടത്തിൽ പറഞ്ഞ അക്കാസിട്ട് ഉണ്ണിക്കൂട്ടനും അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ വരും കേട്ടോ. കണ്ടില്ല, ജാതിരസാ. പിന്നെ പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നല്ല പണി കിട്ടി. എവിടെയെങ്കിലൊക്കെ ചാരി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആകെ ചൊറിയാൻ വീഴും, അഞ്ച് കളിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നാച്ചുറലായ ഹരിണി നമ്മളതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് കഴിയുമ്പോൾ കോടയൊക്കെ വന്നു. സംഭവം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഒരു ചിൽ മൂഡില്ല. പിന്നെ നോക്കുമ്പോൾ വെറൈറ്റി ചൊറിയാൻ വീഴുന്നു. നോക്കി ഇതിൻ്റെ കളർ നോക്കി, ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ചൊറിയേണ്ടി വരും തോന്നിട്ട് കിട്ടുക. അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. അങ്ങനെ കുറേ നേരം കുറ്റങ്ങളൊക്കെ നോക്കുന്നു. ഒരിക്കലും ചാരിക്കാൻ പറ്റില്ല, ആണ് ഏറ്റവും വലിയ പണി. അങ്ങനെ നമ്മൾ ഒടുക്കം വ്യൂ പോയിന്റ് കണ്ടു മക്കളെ. ഒരു രക്ഷയില്ല കേട്ടോ, കാണാൻ മാത്രമുണ്ട്. കുറേ നേരം നിന്നിട്ട് കണ്ട തന്നെ. അങ്ങനെ കോട വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതൊന്നും കാണാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് കാരണം എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് 2-3 വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് നേരെ അടിക്ക് ഇറങ്ങാൻ വിചാരിച്ചു. നോക്കുമ്പോൾ ഇന്നാ വെച്ചാൽ മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ വണ്ടികളും ഇതേപോലെ കൊടി കെട്ടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അങ്ങനെ പിന്നെ പോയി എന്ന് പറഞ്ഞാൽ MG മാർട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗാങ്ടോക്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണണം. അങ്ങനെ എനിക്കിവിടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ മുഖങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ജാതി വെറൈറ്റി സ്റ്റൈലാണ് കാണാൻ. ഇവരുടെ ഡ്രസ്സിങ്ങും ഒക്കെ ഒരു വേറെ ടൈപ്പാണ്. അപ്പം അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു. നോക്കുമ്പോൾ വെൽക്കം ടു ലാൽ ബസാർ എന്ന് പറഞ്ഞാൽ വേറെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ കേട്ടോ. അങ്ങനെ അവിടെയും കയറി നടന്നു. ഈ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം തേരാപ്പര നടന്ന് പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ ബസ്സൊന്നും കിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ടാക്സികളുണ്ടാവും. കുട്ടികളുടെ സ്വിഫ്റ്റ്, വാഗനർ ഇങ്ങനത്തെ വണ്ടികൾ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ജാതി രസമാണ്. അത്യാവശ്യത്തിന് നല്ല രസമാക്കിയിട്ട് ചെയ്തിട്ടുണ്ടാവും. നടുക്കിൽ ബോണറ്റും റൗണ്ട് കളർ സാധനം ഇട്ട് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. രാത്രി ഇപ്പം നേരെ മാളിലേക്ക് കയറിയാണ്. ഒരു രക്ഷയില്ല. അങ്ങനെ മാളൊക്കെ കണ്ടു കഴിഞ്ഞ് രാത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ കണ്ട ലാൽ ബസാർ ഇതാ വേറെ. അങ്ങനെ നേരെ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ ഒരു 4 നില കിട്ടിട്ട് ഇതിൻ്റെ ഉള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത സാധനമില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ആ സാധനം പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടിയ സാധനം വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അവിടുന്ന് റൂമിലേക്ക് പോകുമ്പോഴാണ് ഒരു പബ്ബ് കണ്ടത്. എന്ന് പറഞ്ഞാൽ മാപ്പിൾ പബ്ബ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ല പറഞ്ഞു. ഞാനത് കണ്ടപ്പോൾ വലിയ കണ്ട് ഉള്ളിൽ കണ്ട് ചാടി കയറിപ്പോയി. പോയപ്പോൾ വെച്ചാൽ പറയണ മക്കളെ ഒരു 9 മണി നേരത്താണ് ഞാൻ എത്തിയത്. ഇതാ വെച്ചാൽ 10:30 വരെ ഉള്ളൂന്ന് കയറിയത് വെട്ടുന്നായി. നോക്കുമ്പോഴാണ് ഇതിനുള്ള 5-8-10 ആൾ തികച്ചില്ല. അങ്ങനത്തെ ഒരു പബ്ബാണ്. എൻ്റെ ജീവിതത്തിൽ എങ്ങനത്തെ ഒരു പബ്ബ് കണ്ടിട്ടില്ല. അങ്ങനെ 9 മണി വരെ വെയിറ്റ് ചെയ്ത് നോക്കി, എന്നിട്ടും നടക്കണില്ല. 10 മണി വരെ വെയിറ്റ് ചെയ്ത് നോക്കി, എന്നിട്ടും വരുന്നില്ല. അങ്ങനെ പോകാൻ വിചാരിച്ച് നിൽക്കുമ്പോൾ വരുന്നൊക്കെ കൂടിയിട്ട് എന്താ ചെയ്യാല്ലേ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം പോകാൻ വിചാരിച്ചു. അല്ലാണ്ട് ഇപ്പോൾ റൂമിൽ വഴി അറിയില്ല.